ഹലോ ഗായ്സ്, വില്ലേജ് ട്രാവലിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഞ്ചാബിലെ ബട്ടാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ഏറ്റവും ഉള്ളിലോട്ടുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ നല്ല കൃഷി സ്ഥലങ്ങളും നല്ല അടിപൊളി പൂക്കളും ഒക്കെ തിരഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. കാണുമോ ഇല്ലെന്നും പറയാൻ പറ്റില്ല, എന്തായാലും വെയിറ്റ് ആൻഡ് സീ. കൂടുതലായിട്ടും കൃഷിസ്ഥലം മാത്രമേ കാണുന്നുള്ളൂ. ഞങ്ങൾ ഗ്രാസ് എല്ലാം പൂത്ത് കിടക്കുന്നുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ അതൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോയി നോക്കാന്നുള്ള രീതിയിൽ കൂടുതൽ അങ്ങോട്ട് പോയി നമുക്ക് ഒരു ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ല. എവിടെ എത്തും, തിരിച്ച് റൂമിലെത്തുന്ന പോലെ അറിയില്ല, റൂട്ട് കറക്റ്റായിട്ട് അറിയില്ല. വിൻ്റർ ആയതുകൊണ്ട് തന്നെ സൺസെറ്റൊക്കെ പെട്ടെന്ന് സംഭവിക്കും. ഒരു 6 മണി 5:30 സമയം കൊണ്ട് ഇരുട്ടാവും. പിന്നെ 7 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കോട മൂടിയിട്ട് നമുക്ക് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് അടുത്ത് നല്ല ഗ്രാസ് വിരിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് അവിടെ വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങിയ സമയത്ത് ഒരാൾ ഞങ്ങളെ തന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് പേടിച്ച് അയാളെ തോട്ടത്തിൽ ഇറങ്ങിയാൽ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ആൾ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞങ്ങളെ വിളിച്ചിട്ട് കുറേ സംസാരിച്ച് ഞങ്ങൾ അടുത്തേക്ക് വരാൻ ഞങ്ങൾ കേരളക്കാരാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ വിളിക്കും. ऐसी बात नहीं है पंजाब में आपको पता चलेगा जब आप देखें। और एक बात और भी, मैं पंजाब में पुलिस में हूँ। എന്തായാലും അദ്ദേഹം ഞങ്ങളെ വിടാൻ കൂട്ടാക്കിയില്ല. ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ടും വീട്ടിൽ വന്നിട്ട് പോയാൽ മതി, കേരളക്കാരാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിടുന്നേ ഇല്ല. വീട്ടിൽ വന്നിട്ട് പോയാൽ മതി, ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഒരു ചായ വെറുതെ കളയണ്ടല്ലോ, പഞ്ചാബിലെ ചായയൊക്കെ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ അയാൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ മല്ലു സിംഗിലൊക്കെ കാണുന്ന പോലെ ഒരു പാടത്തിൻ്റെ പക്കത്തായിട്ട് ഒരു അടിപൊളി ഒരു വലിയൊരു ബംഗ്ലാവ് പോലത്തെ ഒരു വീട്. ഞങ്ങളെ ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വീടിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പ് പുറത്തേക്ക് കൊണ്ടുപോയി, ബാക്ക് സൈഡിലേക്ക്. ഞങ്ങൾക്കാണെങ്കിൽ നന്നായിട്ട് തണുക്കുന്നുണ്ട്. സെക്ടറൊന്നും കാര്യങ്ങളൊന്നും ഇടാതെ പുറത്തിറങ്ങിയിരിക്കുന്നത്. അവർ വരെ മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് നടക്കുന്നത്. ഞങ്ങൾ തണുത്തിട്ട് വിറക്കുന്നുണ്ട്. കൂടുതലായിട്ട് പോകാൻ വയ്യ, പെട്ടെന്ന് തിരിച്ചു പോകുന്ന രീതിയിൽ ഇരിക്കുക. शुरू से हमारे जो बुजुर्ग थे, पिता थे, वो पशु रखते थे, फार्म वगैरह ही करते थे. എന്തെങ്കിലുമൊക്കെ പറയോ? സോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചാബിന്റെ ഗ്രാമപ്രദേശമാണ്. പറയൂ. This is typical village in Punjab. ये घर के सब्जी है, घर में खाने के लिए, अपने खाने के लिए, ठीक है. वो कॉलीफ्लावर, सारे सब कुछ यहाँ ही, ब्रोकली और सैलड वगैरह जो भी है, फल सब कुछ यहाँ पर ही. जितना कोशिश होता है अपना उगाने. ഇതെന്ന് പറഞ്ഞാൽ അവർ ചെറിയൊരു ഏരിയയിൽ പ്രത്യേകമായിട്ടൊരു കൃഷി നടത്തിയിട്ടുണ്ട്. കോളിഫ്ലവറും അതുപോലത്തെ മറ്റു സാധനങ്ങളൊക്കെ കുറേ പച്ചക്കറികളുണ്ട്. അത് അവരെ വീട്ടിലേക്ക് മാത്രം എടുക്കാനാണെന്ന് പറഞ്ഞു. ബാക്കി നീർന്ന് കിടക്കുന്ന മൊത്തം അവരുടേതാണ്. പക്ഷേങ്കിലും അവർ അവരുടെ വീട്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു അടിപൊളി ക്ലൈമറ്റും അതുപോലെ തന്നെ അവരുടെ ഫാമും കൃഷി സ്ഥലങ്ങളൊക്കെ. നമ്മൾ മല്ലു സിംഗിൽ ഉണ്ണിമൂന്നിൻ്റെ വീട് കണ്ടിട്ടില്ല, അതേപോലെ തന്നെ. പക്ഷേങ്കിൽ ഇപ്പോൾ വിൻ്റർ സമയമായതുകൊണ്ട് പൂക്കളും കൃഷികളൊക്കെ ഒരു കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. സമ്മറിലാണെങ്കിൽ ഇതിലേറെ അടിപൊളി ആയിട്ടുണ്ടാവും. എന്തായാലും അവർ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ട് വീട്ടിലകത്തേക്ക് കയറാൻ പറഞ്ഞു, ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുക. എന്തായാലും വീടിൻ്റെ അകത്തേക്ക് കയറി. വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചപ്പൽ ഷൂ ഒക്കെ പുറത്ത് അയച്ചു വെച്ചിട്ട് കയറുന്നതല്ലേ. നമ്മളെന്തായാലും ഇവിടുത്തെ മര്യാദ അനുസരിച്ചിട്ട്, നമ്മുടെ നാട്ടിലെ മര്യാദ അനുസരിച്ചിട്ട് അയച്ചു വെച്ചിട്ടൊക്കെ കയറിയത്. പക്ഷെ ഇവർ സമ്മതിക്കുന്നില്ല.
This was very unexpected. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നിട്ട് സ്ഥലം കാണാൻ വരുമ്പോൾ ഇങ്ങനൊരു ഇൻവിറ്റേഷൻ കിട്ടുമെന്ന്. ബാക്കി പറയും കാഫി. നമ്മളെ ഇൻവൈറ്റ് ചെയ്ത അങ്കിള് പഞ്ചാബ് പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് പുള്ളിയുടെ വീടാണ്. ഫുൾ ഫാമിലി ആയിട്ട് ഇവിടെയാണ്. അവർ ഫുൾ കൃഷിയും ഫാമും എല്ലാം ഇവിടെ തന്നെയുണ്ട്. സോ ഇറ്റ്സ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. ആക്ച്വലി ഹീസ് എ ഇൻഫ്ലുവൻസർ ഇൻ ഇൻസ്റ്റാഗ്രാം. അങ്ങനെ വീടൊക്കെ കണ്ടു. വീടൊക്കെ നല്ല അടിപൊളി വീടാണ്. നല്ല അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പോലെ കുറേ ഡിഫറെൻ്റ് ഉണ്ട് കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ അവർ വീട്ടിൽ ഓരോരുത്തരും നമുക്ക് പരിചയപ്പെടുത്തുന്നു. അവരെ അമ്മയൊക്കെ വേറെ വീട്ടിലായിരുന്നു, അവിടുന്ന് വന്ന് നമ്മളെ പരിചയപ്പെട്ടു. പിന്നെ അവരുടെ വലിയ മകന് കാനഡയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് 2 പെൺമക്കൾ വീട്ടിലുണ്ട്, അവരെ കാണിച്ചു തന്നു. അങ്ങനെ വീട്ടിൽ ഓരോരുത്തർ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ നമ്മളോട് ഭയങ്കരമായിട്ട് സംസാരിക്കുക, ഓരോരോ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നല്ല അങ്ങനെ ഞങ്ങൾ അടിപൊളി ചായ എല്ലാം കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാനായി, കാരണം ടൈം ഒരുപാടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് കായികത്തിൽ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരു ഗേളാണ്. കുറേ ട്രോഫി എല്ലാം കിട്ടിയിട്ടുണ്ട്, അതെല്ലാം കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാം. എന്തായാലും കുറേ ടൈമായി, ഞങ്ങൾക്ക് അവിടെ തിരിച്ചെത്തണ്ടേ. ഏകദേശം ഞങ്ങൾ ആകെ ഒരു 30 മിനിറ്റൊക്കെ വീടിനകത്തിരുന്നിട്ടേ ഉള്ളൂ. പക്ഷെ അപ്പോഴേക്കും പുറത്തിറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇരുട്ടായി, ക്ലൈമറ്റൊക്കെ ആകെ മാറിയിട്ടുണ്ട്. നമുക്ക് പോലെ വഴി അറിയാമെന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷനായി, കാരണം കുറേ ദൂരത്തേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട്. തണുപ്പായിട്ട് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. എന്തായാലും ആ ഇടവഴി മൊത്തം അദ്ദേഹം ഞങ്ങളെ കൂടെ വന്നിട്ട് ഞങ്ങളെ മെയിൻ റോഡിൽ എത്തുന്നത് വരെ ഞങ്ങളെ കൂടെ വന്നിട്ട് മെയിൻ റോഡിലാണ് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് തന്നത്. മെയിൻ റോഡ് എത്തിയതിന് ശേഷമാണെങ്കിൽ കാഴ്ച ആണെങ്കിൽ എന്താ പറയുക, കോട മൂടിയിട്ട് വണ്ടികൾ പോലും പതിയെ പതിയെ പോയി. എപ്പോഴാണ് വന്ന് വണ്ടി തട്ടുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. അത്രക്കും കോട മൂടിയിട്ട് കണ്ണ് പോലും കാണാത്തൊരവസ്ഥയായി. എന്താ പറയുക, 1 മണിക്കൂർ കൊണ്ട് തന്നെ ക്ലൈമറ്റ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആയി. ഞങ്ങൾക്ക് എന്താ പറയുക, ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകാൻ വഴി പോലും അറിയാത്തൊരവസ്ഥയായി. എന്താ പറയാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ എത്തി. എന്താ പറയുക, പഞ്ചാബിൽ തന്നെ രാത്രി സമയത്ത് ഈ വിൻ്ററിൻ്റെ ഡിസംബർ ജനുവരി രാത്രി സമയത്ത് കോട മൂടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. അതുപോലെ തന്നെ രാവിലെ ഒരു 10 മണി വരെയൊക്കെ നല്ല കോട മൂടിയിട്ട് വണ്ടികളൊക്കെ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആവുന്നൊരു അവസ്ഥ വരും. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയി, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയി. അവർ വീട്ടിൽ വന്നിട്ട് ഇനി എപ്പോഴാണോ പഞ്ചാബിലേക്ക് വരുന്നത് അപ്പോൾ അവർ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ മക്കളെ കല്യാണത്തിനൊക്കെ ക്ഷണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അടിപൊളി കാഴ്ചകളായിട്ട് ഇനി ഞങ്ങൾ വരും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ ബൈ.